പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിൽ പിരിയാൻ പോകുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് സങ്കടപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പെട്ടെന്നെടുത്ത തീരുമാനങ്ങൾ പലരുടെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവർക്കുണ്ടാകുന്ന നിലയും വിലയും നഷ്ടപ്പെടുന്നത് ഓർത്ത് അവർ യാതൊരുവിധ നിരാശയുമില്ലാതെ അവർ വലിയ വൈരാഗ്യത്തിലും വലിയ മത്സരത്തിലും അകപ്പെട്ടിരിക്കുന്നവർ, അതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വിശ്വാസം നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ പറ്റാതിരിക്കുന്ന രീതിയിൽ അന്ധകാരകൂപകമായ മനസ്സിലിരിക്കുന്നവർ, കർത്താവേ, അതിലാരെങ്കിലും നീ ഒരാളെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയെങ്കിലും അവിടെ സമാധാനം ഉണ്ടായിക്കൊണ്ട് കുടുംബം നിലനിർത്താൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം സ്വീകരിക്കാൻ കൂടുതൽ സാധ്യമുള്ളവരെ കർത്താവ് ഏറ്റെടുക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരെ കൊണ്ട് കുടുംബത്തെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവെ അങ്ങ് ഐക്യത്തിലേക്ക് അവരെ വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പോലീസ് വഴക്കുകൾ, കോടതി കേസുകൾ, വസ്തു തർക്കങ്ങൾ, അത് തർക്കപ്പുരയിടങ്ങൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് തീരുമാനിക്കണമെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ മനസ്സ് കുഴങ്ങുന്നവർ, ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്തവർ, കർത്താവേ, അവർക്കിന്ന് തീരുമാനം കൊടുക്കണം. ഈശോയെ, 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയിൽ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയിൽ അങ്ങനെ തിരുസന്നിധിയെ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തീരുമാനം എടുക്കാതെ കുഴയുന്നവർ, അതുപോലെ തന്നെ അവിടെ ചെന്ന ജോലി കിട്ടുമോ ഇല്ലയോ, അവിടെ ചെന്നാൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, പണം കൊടുക്കണോ വേണ്ടയോ, ഇങ്ങനെ കേസ് കൊടുക്കണോ വേണ്ടയോ, ഇങ്ങനെ ചിന്തിച്ച് കാടുകയറി തല പുകഞ്ഞ് വിഷമിക്കുന്നവരുടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിൻ്റെ മേൽ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് ഇതുപോലുള്ള സംഘർഷാത്മകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ പരിശുദ്ധാത്മാവ് സഹായകനായി സഹായിച്ചതുപോലെ നിന്നെയും നിൻ്റെ കുടുംബത്തെയും പരിശുദ്ധാത്മാവ് തക്കത്തിലെടുക്കാൻ വേണ്ടി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ടി കർത്താവ് സഹായത്തിന് ദൂതന്മാരെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നയിക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന്
മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിനെ വിവേചിച്ചറിയണം. യേശു എന്ന് പറഞ്ഞൊരു സാമൂഹ്യ പ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല, സാംസ്കാരിക പ്രവർത്തനമല്ല. ക്രിസ്തു ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ പാപപരിഹാര കുഞ്ഞാടാണ്. അവൻ മിശിഹായാണ്. അവൻ ആ മിശിഹ എന്ന് പറയണത് പാപപരിഹാരമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ വീണ്ടെടുപ്പ് വില കൊടുക്കുക, അതാണ് അവൻ. ഈ ശരീരത്തെ, ഇതാണ് സന്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ ഗാത്രം എന്ന് പറയുന്നത്, ആശയഗാത്രം. ഈ ആശയഗാത്രത്തെ വിവേചിക്കാതെ ക്രിസ്തുവിനെ സാംസ്കാരികവൽക്കരിക്കുകയും സാഹിത്യവൽക്കരിക്കുകയും ചെയ്യും. 1 കൊരിന്ത്യർ 11:29. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ദൗത്യത്തെ അറിയാതെ അതിനെ ഉൾക്കൊള്ളുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ക്രിസ്തുവിനെ എക്സ്പ്ലെയിൻ ഔട്ട് ചെയ്യരുത് ഒരിക്കലും. ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന് ഒരു അഭിരുചിയുണ്ട്. അത് മനുഷ്യൻ്റെ അഭിരുചിയല്ല. മനുഷ്യൻ്റെ അഭിരുചിയിലേക്ക് വരച്ചു നീട്ടിയായിട്ട് ഈശോ ഒരു റബ്ബറൊന്നുമല്ല ശരിക്കും. അപ്പം ദൈവത്തിൻ്റെ അഭിരുചി എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് അത് ബൈബിൾ നൽകുന്നതും അപ്പോസ്തലന്മാർ യേശുവിൻ്റെ കൂടെ ജീവിച്ച് വളർന്നവരും അതിനുവേണ്ടി ജീവിതം കൊടുത്തവരും അനുഭവിച്ച ക്രിസ്തുവുണ്ട്. അത് പരപിതാവിൻ്റെ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ ശരീരത്തെ വിവേചിച്ചറിയാതെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരെ തൻ്റെ തന്നെയാണ് ശിക്ഷാവിധി ഉൾക്കൊള്ളുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം എക്സാം പാസ്സായി, പക്ഷേ 2 പ്രാവശ്യം ഇൻ്റർവ്യൂ ഫെയിലായി. ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഈ കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ വെറുതെ നോക്കിയപ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അന്ന് തന്നെ അമ്മയോട് വിളിച്ചു പറഞ്ഞു. അമ്മ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അന്ന് തന്നെ ഡ്യൂട്ടിയിലെ പ്രോബ്ലംസ് എല്ലാം കുറഞ്ഞു. പിന്നെ ഇൻ്റർവ്യൂ 2 പ്രാവശ്യം ഫെയിലായി. 3ാമതൊരു ചാൻസ് കൂടെ ഉള്ളായിരുന്നു. അമ്മ നാട്ടിൽ നിന്ന് കാശ് രൂപവും പത്രമൊക്കെ കൊടുത്തു വിട്ടു. ഇൻ്റർവ്യൂവിന് പോയി. അവർ ചോദിച്ചതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനൊന്നും ആൻസർ പറഞ്ഞില്ല. അവർ പറഞ്ഞു പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് നാട്ടിൽ വരാൻ നോക്കി. 1.5 വർഷമായിട്ട് നോക്കി, പക്ഷെ പറ്റിയില്ല. എയർപോർട്ടിൽ ക്ലോസായി. അങ്ങനെ മാതാവ് തോന്നിച്ചതാണെന്ന് തോന്നുന്നു. ആ 1.5 വർഷം കൊണ്ട് വീടെല്ലാം പുതുക്കി. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതിനേക്കാട്ടി നല്ലൊരു വീട് റെഡിയായി. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വരാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല, അവർ വിടുന്നില്ലായിരുന്നു. ലാസ്റ്റ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, മാതാവ് എനിക്ക് നാട്ടിൽ വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ അമ്മയെ കണ്ടിട്ടേ വീട്ടിലോട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞു.
അങ്ങനെ 2021 ഡിസംബർ 30 നാട്ടിൽ വന്നു. എയർപോർട്ടിൽ നേരെ ഇങ്ങോട്ടാണ് വന്നത്. വന്നിട്ട് എനിക്കറിയില്ലായിരുന്നു ഇവിടെയാണ് അൾത്താരയെന്നൊന്നും അറിയില്ല. ഫ്രണ്ടിലാണ് വന്നത്. അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷെ വീട്ടിൽ ചെന്നിങ്ങനെ സാക്ഷ്യം കാണുമ്പോൾ ഇവിടെ അൾത്താരയിൽ മാതാവിനെയൊക്കെ കാണുന്നു. പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ 10 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് വന്നത്. എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ എൻ്റെ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റോ ഒന്നും അവർ തന്നു വിട്ടില്ല. നീ നാട്ടിൽ പൊക്കോ, അയച്ചു തരാം, 1.5 മാസത്തെ അവധിയാണ് പറഞ്ഞത്. എന്നിട്ടും അവർ തന്നില്ല. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മാതാവിനെ ഒത്തിരി പരീക്ഷിച്ചു. സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചു. അപ്പം ഞാൻ സാക്ഷ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഇങ്ങനെ പറയുന്നത് കേട്ടു, മാതാവേ എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി തീർന്ന് പിറ്റേ ദിവസം എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൈ കിട്ടി. 2 സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അതും മാതാവ് എനിക്ക് മേടിച്ച് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ജോലി നോക്കുന്നുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ എൻ്റെ മോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് അനങ്ങാൻ വയ്യ, നടക്കാൻ വയ്യ, എടുത്തുകൊണ്ടാണ് ബാത്റൂമിലോട്ടൊക്കെ കൊണ്ടുപോയത്. അമ്മയുടെ തൈലം പുരട്ടി അത് ഭേദമായി. പിന്നെ അമ്മ അതിനിടയ്ക്ക് ഒത്തിരി വോമിറ്റിംഗ്, ബ്ലഡ് ഛർദ്ദിച്ചു, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. അമ്മയുടെ കാഴ്ചരൂപം എൻ്റെ അമ്മ കിടക്കുന്നതിന് അടിയിലെ വെച്ചു. ഇപ്പോൾ നോർമലായിട്ടിരിക്കുന്നു. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പേര് ഷീജ മെർലിൻ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഒക്ടോബർ 12 2021 ഇവിടെ ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് ഞാൻ 3 തവണ OET എക്സാം എഴുതിയായിരുന്നു. 3 തവണയും ഞാൻ ഫെയിലായി. ഒരു മൊഡ്യൂളിന് മാത്രം 10 മാർക്കിന് ഫെയിലാവുമായിരുന്നു. അതുമാത്രമല്ല, റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ സ്വപ്നം കാണുമായിരുന്നു. എൻ്റെ റിസൾട്ട് കറക്റ്റ് എന്താണോ ഞാൻ സ്വപ്നത്തിൽ കാണുന്ന ആ മാർക്ക് തന്നെയായിരുന്നു എൻ്റെ റിസൾട്ടായിട്ട് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബിലൂടെ എപ്പോഴും യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ വീഡിയോസ് ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിലോട്ട് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് ഞാനിവിടെ വന്ന് ഒക്ടോബറിൽ ഉടമ്പടി എടുത്തു. നവംബർ 25 OETയുടെ റിസൾട്ടിൻ്റെ അന്ന് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നിരുന്ന 11:30 ആയപ്പോഴാണ് എൻ്റെ റിസൾട്ട് നോക്കിയത്. അപ്പോഴത്തേക്കും എൻ്റെ OET റിസൾട്ടിൽ ഞാൻ പാസ്സായായിരുന്നു. അതെനിക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. അതുപോലെ തന്നെ OETയുടെ എക്സാം കഴിഞ്ഞൊരു CBTയുടെ എക്സാം ഉണ്ടായിരുന്നു. അതും ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ ഏത് ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയോ ആ ഒരു 100 ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് എനിക്ക് വന്നത്. അതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റിൽ എൻ്റെ 1 hour 3 hour എക്സാമുള്ള CBTയുടെ എക്സാം ഞാൻ അത്രയും ഫാസ്റ്റായിട്ട് എഴുതി കഴിഞ്ഞു. അതും ഞാൻ പാസ്സായി. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് 2 വർഷമായിട്ട് കമ്പനിയിൽ ജോലി നഷ്ടപ്പെട്ടേക്കുമായിരുന്നു കൊറോണയുടെ ഇതായിട്ട്. അപ്പം നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞത് വേറെ എന്തെങ്കിലും ജോലി നോക്കിയോ, ഇനിയിപ്പോൾ ഇവിടെ കിട്ടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. ഇവിടെ ഉടമ്പടി എടുത്ത് 2ാമത്തെ ദിവസം തന്നെ കമ്പനിയിൽ നിന്ന് വിളിച്ചു, ചേട്ടാ ഇപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ വിസ പ്രോസസ്സിങ്ങിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിരുന്നു ബർത്ത് സർട്ടിഫിക്കറ്റിൽ. ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റിലും വേറൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. അങ്ങനെ ഞാൻ അതും നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കറക്ഷനായി കിട്ടണമായിരുന്നു. പക്ഷേ SLC ബുക്ക് വെച്ചിട്ട് ഇതെടുത്തത് കൊണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് SLC സർട്ടിഫിക്കറ്റ് കറക്ഷൻ ആവാതെ കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ വിസയുടെ സമയത്ത് അത് ബ്ലോക്കിംഗ് ആയി. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. തൈലമൊക്കെ അതിൻ്റെ ആ ഒരു സെറോക്സ് എൻ്റെ പഴയ സർട്ടിഫിക്കറ്റിൻ്റെ പേപ്പറിൽ ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് തന്നെ ആ DDP ഓഫീസിൽ ചെന്ന ഓഫീസറായിട്ട് എനിക്ക് ആ പേപ്പർ സൈൻ ചെയ്ത് എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് കറക്ഷനാക്കി തരണമെന്ന്. അതും എനിക്ക് കറക്ഷനായി കിട്ടി. ഇപ്പം എൻ്റെ UK പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ അടുത്ത മാസം 26 UK പോവുകയാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഞാൻ കാസർഗോഡ് നിന്ന് സജിത എന്നാണ് എൻ്റെ പേര്. പള്ളിയിൽ അൽഫോൻസ എന്ന് വിളിക്കും. കാസർഗോഡാണ് വീട്, പടന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാൻ 2019 ജൂൺ 6 തീയതിയാണ് ജൂൺ 2 തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങൾക്ക്
അതിൽ ഒന്നാമത്തെ സാക്ഷ്യം പറയാനുള്ളത്, എനിക്ക് 19 വർഷമായിട്ട് ഞങ്ങൾ വീട് വാടകയ്ക്ക് തന്നെയാണ് താമസിച്ചിരുന്നത്. ഉടമ്പടി എടുത്ത് കൃത്യം ജൂൺ 2 ഉടമ്പടി എടുത്തു. ജൂലൈ 5 ആകുമ്പോഴത്തേനും ഞങ്ങൾ പുതിയൊരു വീട്, ഞങ്ങൾക്ക് വേറൊരു പുതിയ വീട് വാടകയില്ലാതെ താമസിക്കാൻ കിട്ടി. ഒരുപാട് നാൾ വാടക കൊടുക്കാൻ കഴിവില്ലാതെ നിവൃത്തിയില്ലാതിരുന്ന സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു വീട് തന്ന ദൈവം ഈശോ എന്നെ സഹായിച്ചു. രണ്ടാമത് അതുപോലെ തന്നെ ജോലിയില്ലാതെ ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം ഒക്ടോബർ 10 ജൂൺ 2 ഉടമ്പടി എടുത്തു. ഒക്ടോബർ 10 എനിക്ക് ഒരു ചെറിയ ജോലി തന്ന് ഈശോ സഹായിച്ചു. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, എനിക്കും എൻ്റെ മകനും ഒരു വട്ടച്ചൊറി എന്നൊരു അസുഖം വന്നിട്ട് ശരീരം മുഴുവനും ചൊറിഞ്ഞ് തടിച്ച് വേനൽക്കാലത്തും മഴക്കാലത്തും ഒരു സ്ഥലത്തും ഒന്നും ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞിന് സ്കൂളിൽ പോകാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ചൊറിഞ്ഞിട്ട്. അപ്പോൾ ആ ഈശോയുടെ മാതാവിൻ്റെ ഈ തൈലം കൊണ്ടുവന്ന് പുരട്ടിക്കഴിഞ്ഞ ശേഷം മിക്കപ്പോഴും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കിടക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച് തൈലം പുരട്ടുമായിരുന്നു, രക്ഷയില്ലാതിരിക്കുന്ന സമയത്തൊക്കെ. കാലക്രമേണ അതൊന്നുമില്ലാതെ, അതിൻ്റെ പാട് പോലും ഇല്ലാതെ ആ രോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ തന്നെ മോചനം കിട്ടി. അതുപോലെ ഓരോ അനുഗ്രഹങ്ങളും വചനം വായിക്കാനും ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഒത്തിരി സഹായം കിട്ടി. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി. എൻ്റെ പേര് ശ്രീജിഷ. ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്ന 28/2/2022 ഉടമ്പടി എടുത്തത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ഒരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ 3 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും ലഭിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, ഈസ്റ്ററിന് മുമ്പ് ജോലി ലഭിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ആപ്ലിക്കേഷനൊന്നും അയക്കാതെ പോലും ജോലി ലഭിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക്, ഞാൻ ഈസ്റ്ററിൻ്റെ തലേ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, നീ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തു. ഒരു ഡെമോ ക്ലാസ് മാത്രമേ അവരെന്നോട് ചോദിച്ചുള്ളൂ. ഒരു ഡെമോ ക്ലാസ് ഇട്ട് അന്ന് തന്നെ ഞാൻ സെലക്ട് ആയെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു. ഈ 14-ാം തീയതി ഞാൻ ജോയിൻ ചെയ്യുകയാണ് ബാംഗ്ലൂർ. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ അമ്മയ്ക്ക് ഭാഗ്യ ഉടമ്പടി ഇതുവരെ ലഭിച്ചിട്ടില്ലായിരുന്നു. അത് അമ്മയുടെ ആങ്ങളമാർക്ക് വേണ്ടിയിട്ട് 15 വർഷം മുമ്പേ എഴുതി വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 15 വർഷമായിട്ട് അവർ ആ ഉടമ്പടി ക്യാൻസൽ ചെയ്ത്, ഭാഗോടമ്പടി വിൽപ്പത്രം ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾക്കത് എഴുതി തന്നു. അതും എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഗ്രഹമാണ്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സലോമി ബേബിയിൽ നിന്നാണ്. ഞാൻ പാലക്കാട് കയറാടി എന്ന ഗ്രാമപ്രദേശത്തു നിന്ന് വരുന്നു. 10/3/2020 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് മോൾ പറഞ്ഞതനുസരിച്ചാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ മോള് അബുദാബിയിൽ നഴ്സായിട്ട് ബൂർജിയിൽ എന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മോൾ ഗർഭിണിയാകുകയും മോൾക്ക് ഭയങ്കരമായ നടുവേദന വരികയും ജോലിയിൽ പിന്നീട് പോകുവാൻ പറ്റാതെ വരികയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് മോള് പിന്നീട് അവിടെ ലീവ് എടുത്ത് വീട്ടിൽ തന്നെ ഇരുന്നു, അബുദാബിയിൽ തന്നെ ഇരുന്നു. എന്നോട് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് വീണ്ടും ഭയങ്കര നടുവേദനയാണ്, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ അവൾക്ക് വേറെ ഇൻ്റർവ്യൂ ഗവൺമെൻറ് സർവീസിലേക്ക് അർദ്ധ ഗവൺമെൻറ് ഇതിലേക്കും വരികയും അവൾ അതിൽ ഇൻ്റർവ്യൂ പങ്കെടുത്ത് 2ഉം അവൾ സെലക്ട് ആവുകയും ചെയ്തു. ഇവിടുന്ന് അവർ ലീവ് ചെയ്യുവാനോ റിസൈൻ ചെയ്യുവാനോ പറ്റാത്ത സ്ഥിതി വന്നതിൻ്റെ ഫലമായി അവൾ അവിടുന്ന് ലീവ് എടുത്തിട്ട് ഇറങ്ങി വീട്ടിലേക്ക് വന്ന് ഇവിടെ വന്ന് മുട്ടിപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇവൾക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഇവൾക്ക് മറ്റൊരു ഇതും കൂടി സ്കാനിങ് റിപ്പോർട്ടിൽ കാണുമ്പോൾ അതിൽ ഫൈബ്രോയിഡ് എന്ന ഒരു അസുഖം കൂടി, അത് ഓവറിയിലാണ് വന്നിരിക്കുന്നത്. പ്രസവം നടക്കുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ എന്നും വയറിൽ കുരിശ് വരച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുക പതിവായിരുന്നു. 3ാമത്തെ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ യാതൊരു അസുഖവുമില്ല. അവൾ സുഖപ്രസവം നടക്കുകയും നല്ലൊരു കുഞ്ഞിനെ നൽകുകയും ചെയ്തു. കുഞ്ഞിന് ഹാർട്ടിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത്
കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സ്കാനിങ് ചെയ്യുമ്പോൾ പരിപൂർണമായിട്ടും ഹാർട്ടിൻ്റെ പ്രോബ്ലം മാറിക്കിട്ടി. പിന്നെ എൻ്റെ രണ്ടാമത്തെ മോൾക്കാണ് മാതാവ് അനുഗ്രഹം നൽകിയത്. മാതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായി അവൾക്ക് ഒരു അർദ്ധ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി കിട്ടുകയും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് ഒരു ഗസറ്റഡ് ഓഫീസറെ തസ്തികയിലുള്ള ജോലിയുള്ള ഒരു മോനെ ഞങ്ങൾക്ക് നൽകണമെന്ന്. അതിൻ്റെ ഫലമായി വിവാഹാലോചന വരികയും ഗസറ്റഡ് ഓഫീസറിൻ്റെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ജോലിയുള്ള ഒരു മോനെ ഞങ്ങൾക്ക് അവൾക്ക് കല്യാണം കഴിച്ച് നൽകുകയും ചെയ്തു. ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ ധാരാളം മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എൻ്റെ പേര് ജോഷി റാണി, തിരുവനന്തപുരം ജില്ലയിലെ വലിയതുറ എന്ന സ്ഥലത്തുനിന്ന് വരികയാണ്. ഞാൻ 2019 ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടി എടുത്തത് തന്നെ എൻ്റെ ജീവിത പങ്കാളി വിദേശത്ത് പോകാനുള്ള ഒരു വിസയുടെ ആവശ്യത്തിനാണ് ഉടമ്പടി എടുത്തത്. 4-5 വർഷം കൊണ്ട് ഞാൻ വിസയ്ക്ക് ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ പുതുക്കലിൽ തന്നെ എല്ലാം വിദേശത്ത് പോകാനുള്ള വിസ റെഡിയായി ഖത്തറിലോട്ട് പോയി. വിദേശത്ത് പോകാൻ അനുഗ്രഹിച്ച മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അനിയത്തി അബുദാബിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ 1.25 വയസ്സായ കുഞ്ഞിനെ ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് കുഞ്ഞിനെ നോക്കുന്നത്. അനിയത്തിക്ക് അവിടെ ചെറിയൊരു ജോലിയുണ്ട്. അപ്പോൾ അവൾ ലീവിന് വന്നു, കുഞ്ഞിനെ വിസിറ്റിങ്ങിന് കൊണ്ടുപോകാനായിട്ട് ലീവിന് വന്നു. ഇത് ട്രാവൽസിൽ പോയി എല്ലാം റെഡിയായി, പേപ്പറുകളും പാസ്പോർട്ടുകളെല്ലാം റെഡിയായി. മാർച്ച് 29 പോകണം. 3:30 അവർക്ക് എയർപോർട്ടിലെത്തണം. അപ്പം അതിനുള്ള പേപ്പറുകളും പാസ്പോർട്ടും എല്ലാം ഒരു ഫയലിലാക്കി അലമാരയിൽ വെച്ചിരുന്നു. അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പായി. ഉച്ചയ്ക്ക് 12 മണിയായി. പോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഫയലെടുത്ത് അവൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാനായിട്ട് ഫയലെടുത്ത് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ പാസ്പോർട്ട് കാണാനില്ല. അമ്മയുടെയും 2 പേരുടെ പാസ്പോർട്ട് ഇരിപ്പുണ്ട്, കുഞ്ഞിൻ്റെ പാസ്പോർട്ട് കാണാനില്ല. അപ്പോൾ എന്നെ വിളിച്ച് അവൾ പറഞ്ഞു, ചേച്ചി ഇതിൽ ബാവയുടെ പാസ്പോർട്ട് കാണാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ നോക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും അലമാരയ്ക്കകത്ത് എവിടെയെങ്കിലും വച്ചിട്ടുണ്ടാവും നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അലമാരയ്ക്കകത്തെല്ലാം നോക്കി, അവിടെ വീട്ടിലെ കംപ്ലീറ്റ് സാധനങ്ങളും വലിച്ചിട്ട് നോക്കി, പാസ്പോർട്ട് കാണാനില്ല. അപ്പോൾ അതിൻ്റെ തലേന്ന് ഞങ്ങൾ കുറച്ച് വേസ്റ്റുകൾ എടുത്ത് ഒരു കവറിലാക്കി വെളിയിൽ വെച്ചിരുന്നു. തലേന്ന് രാത്രിയാണ് വേസ്റ്റുകളെടുത്ത് ഞങ്ങളുകൊണ്ട് കളയുന്നത് തന്നെ. അപ്പം ഞാൻ എല്ലാം 2:30 ആയിട്ടും പാസ്പോർട്ട് കാണാനില്ല. അവൾക്ക് 3:30 എയർപോർട്ടിൻ്റെ അകത്ത് നിൽക്കണമായിരുന്നു. ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, മാതാവെ പാസ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയും, എങ്ങനെയെങ്കിലും ആ പാസ്പോർട്ട് കിട്ടി അവർക്ക് പോകാനുള്ള അനുഗ്രഹം കൊടുക്കണമേ എന്ന് പറഞ്ഞ് അനിയത്തിയും കരയുന്നു, ഞാനും കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ ഇരുന്ന് പറയുന്നത്, ഇന്നലെ രാത്രിയാണല്ലോ നമ്മൾ ആ കുറച്ച് വേസ്റ്റുകളൊക്കെ കൊണ്ട് കളഞ്ഞത്, എൻ്റെ കൂട്ടത്തിൽ എങ്ങാനും പോയോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മക്കൾ ആ വേസ്റ്റ് കളഞ്ഞ ഭാഗത്തോട്ട് അവർ പോയി നോക്കി. അപ്പോൾ കുറച്ച് പാറക്കല്ലിൻ്റെയൊക്കെ സൈഡായിരുന്നു കൊണ്ട് കളഞ്ഞത് തന്നെ. അതിൻ്റെ തലേന്നിട്ട് മഴയും പെയ്തിരുന്നു. അങ്ങനെ പിള്ളേർ പോയി ആ സൈഡ് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ബുക്ക് ചെറുതായിട്ട് കാണുന്നുണ്ട്, ചിലപ്പോൾ അതായിരിക്കുകയാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളെ വിളിച്ചാൽ അവിടെ പോയി ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ സൈഡ് പോയി നോക്കി. ആദ്യം പോയി നോക്കി അവിടെ കാണാനില്ല. പിന്നെയും പിള്ളേർ അത് ഒരു ബുക്ക് തന്നെ ഞങ്ങൾ കണ്ടതമ്മ, അത് വാവയുടെ പാസ്പോർട്ട് ആയിരിക്കും എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാൻ പിള്ളേർ പോയി, ഞാൻ പറഞ്ഞു ഒന്നുകൂടെ നോക്കുക എന്ന് പറഞ്ഞ് അവിടെ പോയി അവർ താഴെ എല്ലാം നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് പാസ്പോർട്ട് ഇരിക്കുന്നു. അങ്ങനെ 12 മണിക്ക് തുടങ്ങിയ തിരച്ചിൽ 2:30 ആയപ്പോൾ കിട്ടിയ. പിന്നെ വേഗം അവൾ റെഡിയായി അവൾ എയർപോർട്ടിലേക്ക് പോയി. പാസ്പോർട്ട് തിരിച്ചു തന്ന മാതാവിന് 1000 നന്ദി അർപ്പിക്കുന്നു. പേര് ആഗ്നസ് ജോൺ, ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 നവംബറിലാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ ഏറ്റവും അത്യാവശ്യമായിരുന്ന കാര്യം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭവനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഓഹരി സ്ഥലം ലഭിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായി. 20 വർഷത്തിന് മേളിൽ ചോദിച്ചിട്ടും അനിയനും അമ്മായിയപ്പനും അത് തരുവാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം എല്ലാ ശനിയാഴ്ചയും ഉപവാസം എടുത്ത് വൈകുന്നേരം വെഞ്ചരിച്ച ഉപ്പും എടുത്ത് ആ സ്ഥലത്ത് പോയി ഞാൻ ഹസ്ബൻഡും കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉപ്പ് വിതറിയതിന് ശേഷം ഈ മാസം ഞങ്ങൾക്ക് ആ സ്ഥലം ലഭിക്കുകയും, സ്ഥലം മാത്രം പ്രാർത്ഥിച്ചിരുന്ന മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നത്, പക്ഷേ ഞങ്ങൾക്കൊരു ഭവനം കൂടെ വെക്കുവാനായിട്ട് ഈ മാസം മാതാവ് അനുഗ്രഹിച്ചു. നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്, അവരിങ്ങോട്ട് കൊണ്ടുവന്ന് തരുവാണ് ചെയ്തത്? അവരിങ്ങോട്ട് കൊണ്ടുവന്ന് തരുവാണ് ചെയ്തത്? അങ്ങോട്ട് അവർ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടായി സംസാരിച്ചാണ് സ്ഥലം നൽകിയതും ഭവനം വെക്കുവാനുള്ള അനുഗ്രഹവും മാതാവ് ഉണ്ണീശ്വരനിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു. രണ്ടാമതായി
എൻ്റെ അമ്മയ്ക്ക് 30 വർഷത്തിനേറെ ചുമയും ഭയങ്കര കഫക്കെട്ടുമായിരുന്നു. എപ്പോഴും ഹോസ്പിറ്റലിൽ പോവുകയും 2000-3000 രൂപയുടെ ഗുളികകൾ കഴിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. മാതാവിനോട് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ ചുമ മാറുകയും കഫക്കെട്ടിൽ നിന്ന് വളരെ ആശ്വാസം ലഭിക്കുകയും ചെയ്തു. ഇതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. പിന്നെ എൻ്റെ മൂത്ത മകന് ബിടെക് കോഴ്സിൽ 10 സപ്ലിയോളം വരികയും കോഴ്സ് ഡിസ്കണ്ടിന്യൂ ആവുന്ന ഒരു അവസ്ഥയിലെത്തുകയുണ്ടായി. അപ്പോഴും മാതാവിനോട് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സപ്ലി വിജയിക്കുകയും കോഴ്സ് പൂർത്തീകരിക്കുവാൻ അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു. നാലാമതായി ഇളയ മകന് ബാംഗ്ലൂരിൽ ഒരു പാരാപെർഫ്യൂഷൻ്റെ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. കൊറോണ ടൈമായിരുന്നു. ഓൺലൈനിൽ അഡ്മിഷൻ ലഭിക്കുക ഒത്തിരി ബുദ്ധിമുട്ടായി. മാതാവിനോട് അവനും ഞങ്ങളും ഒരുമിച്ചിരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവൻ ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച കോഴ്സ് ലഭിക്കുവാൻ മാതാവ് അനുഗ്രഹിച്ചു. ഇനി അനുഗ്രഹങ്ങളെല്ലാം നൽകിയ മാതാവിന് തിരുക്കുമാരനും 1000